ഞങ്ങളുടെ കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു റേഞ്ച് റോവർ എടുത്ത് ഒരു മാഫിയ സ്പെക്ക് ആക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ അച്ചായനടുത്ത് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഒരു കിടിലം വണ്ടി ഇറക്കി. കാരണം ഞങ്ങൾ ആദ്യം ഇത് പറഞ്ഞാൽ ലേലം പിടിക്കാൻ പോയായിരുന്നു. ലേലം പിടിക്കാൻ പോയ അന്ന് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. അന്ന് ഇങ്ങനെ ആഗ്രഹിച്ചത് നല്ലൊരു വണ്ടി എടുത്തിട്ട് കിടിലായിട്ട് ഒരു കറക്റ്റ് മാഫിയ സ്പെക്ക് ഇറക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു വണ്ടി ഇറക്കി. ഇന്ന് അതിൻ്റെ റിവീലിംഗ് ആണ്. നിങ്ങൾ കണ്ടു നോക്കിയാലുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോവാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തന്നത് ഇവർ രണ്ടുപേരുമാണ്, അനന്തും ചച്ചും. ചച്ചുവിനെ നിങ്ങൾക്ക് എല്ലാം അറിയാം, അനന്തുവിനെ അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വൈറലായി ഹാർഡ് വർക്ക് ചെയ്ത് വൈറലായ ടീമുകളാണ്. ഈ ഒരു വണ്ടി കിട്ടിയപ്പോൾ തൊട്ട്, അതായത് ചേട്ടൻ ഞങ്ങളെ വിളിച്ച് ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യം പറയുന്ന സമയം തൊട്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്നത് എങ്ങനെയും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എഫേർട്ട് ഇട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ക്വാളിറ്റിയിൽ ചെയ്തു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇത് എന്തോന്നുള്ളത്. ഇത്രയൊക്കെ ചെയ്തതിന് നിങ്ങൾ എന്തോ ഇത് എന്ത് ആണോ? ഓ താങ്ക് യു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഞങ്ങൾ വിചാരിച്ചാലും അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല ബ്രോ. ഇതോടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ബ്രോ. നിങ്ങൾ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇവർ ഓരോ അപ്ഡേഷൻസ്, ഓരോ ദിവസവും ഓരോ ഫോട്ടോയും ഓരോ വീഡിയോ ഇട്ട് തരും. ബ്രോ ഇത്രയായി ലാസ്റ്റ് ആയപ്പോൾ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഇവരെന്താ ഒന്നും ചെയ്യാത്ത. ലാസ്റ്റ് എന്തിനാ പറഞ്ഞത്, അത് ഫിനിഷിങ് നിങ്ങൾ വന്നിട്ട് കണ്ടാൽ മതി എന്നുള്ള ഇതിലായിരുന്നു. അതെ ഇല്ലേ, ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പറയേ. നിങ്ങൾ ചെയ്തത് കൊണ്ട് പറയുന്നതല്ല, ഇത് റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടോണം ആൾക്കാർ പറയുമ്പോഴും ഇതിങ്ങനെ പറയത്തുള്ളൂ. കാരണം ഒരു ഫോൾട്ട് പറയാനായിട്ട് ഇതിൻ്റെ അകത്തില്ല. അത്ര ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നതല്ല, നിങ്ങളെ പൊക്കി പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. റാപ്പിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രോ, നോർമലി റാപ്പിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ക്വാളിറ്റി ഇതിന്റെ ഈ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്തുവാ? ഇത് PPF ബ്ലാക്ക് PPF ഇതാണ്, റാപ്പാണ്. ഓഹോ അപ്പൊ ഇതിന് അത്യാവശ്യം നല്ല റേറ്റാ. ഇതിന് പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. നോർമലി നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെറാമിക്, ഗ്രഫൈൻ, PPF അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനകത്തൊന്നും ചെയ്യണ്ട, കൊണ്ടുപോവാ. ഇനി ഒന്നും ചെയ്യണ്ട. ഇത് എത്ര വർഷം ഇതിന്റെ? ഇത് 8 വർഷം. 8 വർഷം ഒന്നും നോക്കണ്ട, വേണ്ട. എന്റെ മോനെ, നരക്കത്തുമില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് പെയിന്റിങ്ങിനെക്കാട്ടും നല്ല ഇത് തന്നെ. പിൻകേസ് എന്തെങ്കിലും സ്ക്രാച്ച്, മൈന്യൂട്ട് സ്ക്രാച്ചസ് എന്തെങ്കിലും ആയാൽ കൂടെ 10 മിനിറ്റ് വെയിലത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ സെൽഫ് ഫീലിംഗ് ആണ്. സെൽഫ് ഫീൽ ആയിട്ട് ഈ ഒരു ഗ്ലോസ് നമുക്ക് ഒരു 8 വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഉറപ്പ്. അപ്പൊ എന്തെങ്കിലും ചെറിയ തട്ട് മുട്ടൊക്കെ എവിടെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പീസായിട്ട് തന്നെ നമുക്ക് ആ ഒരു പീസ് മാത്രം മതി. കൊള്ളാം ബ്രോ, അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ വർക്ക് സെറ്റ്. ഒന്നും പറയാനില്ല. നന്നായിട്ട് തന്നെ വരട്ടെ ബ്രോ, നന്നായിട്ട് തന്നെ. നിങ്ങൾക്ക് ഇത്രയും വണ്ടികൾ ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നേരിട്ട് അനുഭവത്തിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. കൊള്ളാം, സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ റാപ്പിംഗ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ക്രോം എലമെന്റ്സ് മൊത്തം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. ശരി, അത് മെയിൻ ആയിട്ട് ഇതുണ്ടല്ലേ, റേഞ്ച് റോവർ ബാഡ്ജിങ്. ശരി, നമ്മൾ വണ്ടി മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്തായിരുന്നു, മൊത്തം ഇളക്കിയായിരുന്നു. അതായത് കുറെ ഫെയ്ഡഡ് പാർട്സ് ഉണ്ടായിരുന്നു, അപ്പൊ അത് മൊത്തം ഇളക്കി ഇച്ചിരി കഷ്ടപ്പെട്ട് കുറച്ച് പോളിഷ്. അതായത് ഫെയ്ഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മൊത്തത്തിലൊന്ന് റീസ്റ്റോർ ചെയ്തെടുത്തു. ഇൻക്ലൂഡിംഗ് ഒരു വൈപ്പർ വരെ നമ്മൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ സാധനം ഇതെല്ലാം പെയിന്റ് ചെയ്തല്ലേ? അതെ, ഇത് നിങ്ങൾ നമ്മുടെ വണ്ടി ആയോണ്ടല്ലേ, ഏത് വണ്ടി കൊണ്ടുവന്നാലും ഇങ്ങനല്ലേ? അത്രേ ഉള്ളൂ. നമ്മളെ വണ്ടി ചെറിയ വണ്ടിയാണെങ്കിലും വലിയ വണ്ടി വന്നാലും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്യത്തുള്ളൂ. അത്രേ ഉള്ളൂ. നാളെ ആരെങ്കിലും പരാതി പറഞ്ഞാൽ കേൾക്കണം. ഇല്ല, പരാതി ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് തീർത്തു കൊടുത്തിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതാണ് കോൺഫിഡൻസ്. പരാതി വരത്തില്ല. അത് കോൺഫിഡൻസ്. അത്രേ ഉള്ളു. വന്നാൽ അത് കംപ്ലീറ്റ് അത്ര നമ്മുടെ ഉത്തരവാദിത്വം. അടിപൊളി. പിന്നെ വേറെ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പെയിന്റ് ചെയ്തല്ലേ? അതെ, ആ പീസ് എല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ പീസ് എല്ലാം പെയിന്റ് ചെയ്ത് വണ്ടി വന്നപ്പം എല്ലാം നരച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് സൂപ്പർ സിൽവർ ആയിരുന്നു. അത് നമ്മളൊരു മാറ്റ് ബ്ലാക്ക്, വണ്ടി ബോഡി ഗ്ലോസി ആയതുകൊണ്ട് മാറ്റ്. ഇത് ഗ്രേ ആണോ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് തന്നെ. സെറ്റ്. വണ്ടിയിൽ മൊത്തം അതേ ഉള്ളൂ, വേറെ കളർ ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം നരച്ചിരിക്കുന്നതായിരുന്നു. ഇതെല്ലാം നമ്മൾ റാപ്പ് ചെയ്തേക്കാം. സെറ്റ്. ഓക്കെ, ഇത് ബാക്കിൽ ഇതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തല്ലേ? അതെ, ഇത് പെയിന്റഡ് ആണ്.
ആ ഇത് പെയിന്റ് ചെയ്തോ? ഓക്കെ ഓക്കെ സെറ്റ്. ഇത് ക്രോം ചെയ്തായിരുന്നു. അതെ ഇത് പിന്നെ ഇതെല്ലാം മാറ്റ് പീസ് എല്ലാം പെയിന്റ് അടിച്ചു, താഴത്തെ പീസ് പെയിന്റ് അടിച്ചു. ഇത് മറ്റേ പൊടി തട്ടുമ്പോ മാറുമോ? ഹൈഡ്രോഫോബിക് ഉണ്ട്, പിടിക്കത്തില്ല. പൊടി ഒരു പരിധി വരെ പിടിക്കത്തില്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ടും പെയിന്റിനെക്കാട്ടി നല്ല ഇത് തന്നെ. തീർച്ചയായിട്ടും. നിങ്ങള് ഈ പെയിന്റ് അടിക്കാറുടെ പരിപാടി കൂട്ടിക്കൂ. അല്ല, ഇത് ഒരു വണ്ടി ഫോർ എക്സാമ്പിൾ ഇതേപോലെ ഒരു വണ്ടി പെയിന്റ് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് ചെയ്യണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ വേണം. പ്ലസ് ഇതിന്റെ മണ്ടയ്ക്ക് PPF ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1.5 ലക്ഷം രൂപ വേണം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിന്റ് ആണെങ്കിൽ. അതെ, അത് വെച്ച് നോക്കാൻ നേരം അതിന്റെ പകുതി പ്രൈസിന് നമുക്കിത് ചെയ്തുകൂടെ? PPF ആയി, കളർ ചേഞ്ചും ആയി, ഒരു ബെറ്റർ പ്രൊട്ടക്ഷനും ആയി. ഈ റാപ്പ് ചെയ്തേക്കുന്നത് റാപ്പിംഗ് അല്ലേ? അതെ, റാപ്പാ. കണ്ടോ, ഒരു ബൾജിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അടിപൊളി, കൊള്ളാം, സെറ്റ്. അതുപോലെ ഇത് കണ്ണാടി നോക്കുന്ന പോലെ ഇരിക്കുന്നു. നോക്കി, ഇതാ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കി. എന്റെ മുഖം കാണോ നോക്ക്. അതെ അതെ അതെ, ഇടയ്ക്ക് മുഖം നോക്കാൻ ഇങ്ങോട്ട് വന്നാൽ മതി. സത്യം കാണാൻ പറ്റുന്നുണ്ടോടാ? ഒരു രക്ഷയില്ല. കണ്ണാടി കാണാൻ പറ്റുന്നുണ്ടോടാ? നോക്ക് അല്ലേ, അടിപൊളി. ഇവരിത്രയും പേരാണ് നമ്മുടെ മാഫിയ, നമ്മുടെ റേഞ്ച് റോവർ വർക്ക് ചെയ്ത് അനന്തുവിൻ്റെയും നമ്മുടെ ചച്ചുവിൻ്റെയും ബലമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവരില്ലെങ്കിൽ ഇവരില്ല, ഇവരില്ലെങ്കിൽ ഇവരില്ല, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്. ഇവിടെ മുതലാളി തൊഴിലാളി എന്നൊന്നും ഇല്ല. ഇവർ അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഓരോ കാര്യങ്ങളും വരുന്നത്, സംസാരിക്കുന്നതായാലും ഒന്നുമില്ല. ഒരുപാട് സന്തോഷം ബ്രോ, നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്തെടുത്തു. ഒരുപാട് സന്തോഷം. വണ്ടി ഒരു രക്ഷയില്ല, നിങ്ങളുടെ കഴിവാണ്, വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. നിങ്ങൾ ഇനിയും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യട്ടെ. സെറ്റ് കേട്ടോ, അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം കഴിഞ്ഞു. ഇനിയും കീ തരേണ്ട കാര്യങ്ങൾ അല്ലേ? അതെ, എല്ലാം ഐശ്വര്യമായിട്ട് നടക്കട്ടെ. ഭർത്താവേ, ഒരാഗ്രഹം കൂടെ നമ്മൾ സഫലീകരിച്ചു, അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഞങ്ങളെ വിശ്വസിച്ച് തന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് സന്തോഷം, വേറെ ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇത് കണ്ട് ദൂരേന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി ബ്രോ. അടിപൊളി. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ. ഇനി ഒരുപാട് വർക്ക് കിട്ടട്ടെ, സെറ്റ് ആവട്ടെ. ക്വാളിറ്റി ഉണ്ട്, ഒരുപാട് വർക്ക് കിട്ടും, അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെറ്റ്, അടിപൊളി. താങ്ക് യു.